സ്നാക്സിൽ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഓട്സും ആപ്പിളും ഒക്കെ ഇതെല്ലാം കൂടെ ഉള്ളൊരു നല്ലൊരു ഷേക്കാണ്. ഇതിനകത്ത് ഞാൻ തിളപ്പിച്ച കാച്ചിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റമിൻസ് ചേർക്കണമല്ലോ, അപ്പോൾ അതിനകത്തായിട്ട് ഞാൻ 2 ഡേറ്റ്സ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 ഡേറ്റ്സ്, പിന്നെ ബദാം ഒരു 5 എണ്ണം, പിന്നെ ഒരു മുഴുത്ത ആപ്പിൾ, പിന്നെ നമുക്ക് ഓട്സ് ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സ്. ഇത്രയാണ് നമ്മുടെ ഈ ഷേക്കിന് വേണ്ട സാധനങ്ങൾ. നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിൽ ഇച്ചിരൂടെ ഹെൽത്തി ആയിരിക്കും. ഇത് ഡയറക്റ്റ്ലി കുടിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. വേണമെങ്കിൽ മധുരം പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാമെന്നുള്ള കുഴപ്പമില്ല. അല്ലെങ്കിൽ തേൻ ചേർക്കുന്നത് ഇച്ചിരി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതെല്ലാം കൂടി ഇട്ട് ഒറ്റയടി അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആൽമണ്ട്സ് ഒന്ന് ചെറുതായി പീസസ് ആയിട്ട് ആക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി നമുക്ക് ഡേറ്റ്സ് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡേറ്റ്സ് പാലിനകത്ത് നല്ലതായിട്ട് ഇത് അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഷേക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ പീസസ് കളഞ്ഞോളുമല്ലോ. ആ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞാൽ എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി ആപ്പിളൊക്കെ പലയിടത്തു നിന്നൊക്കെ വരുന്നതല്ല. അപ്പം നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പം തൊലി കളയാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം നമ്മുടെ ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നോക്കുന്നതുകൊണ്ടേ സേഫ് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇത് തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഫുൾ ആപ്പിൾ ഇടണം. അപ്പോൾ ടേസ്റ്റ്. ഈ ആപ്പിളിന് പകരം നിങ്ങൾക്ക് ചിക്കുറ്റ പഴം ചേർക്കാം. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ബനാന ഓട്സ് ഊട്ടി ആയിക്കോളും. ഓക്കെ, ഓട്സ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തണുത്ത പാല് അതോടെ ചേർത്ത് കൊടുക്കാം. മധുരം പ്രിഫർ ചെയ്യുന്നവർക്ക് 1 ടേബിൾ സ്പൂൺ മധുരം ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ആപ്പിൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇട്ട ഡേറ്റ്സിൻ്റെ പീസും ബദാമും എല്ലാം നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സാധനം കുറവാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓട്സ് എന്തായാലും മേടിച്ച് സ്റ്റോക്ക് ചെയ്യുമല്ലോ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഓട്സ് പല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ ഇതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളും ആപ്പിളിലൊക്കെ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടൊരു ഷേക്കൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ കഴിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം റീമാസ് കിച്ചൻ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാ അസുഖമൊക്കെ പെട്ടെന്ന് മാറി ഓക്കെ ആയിട്ട്. അപ്പം സീ യു, ബൈ.